24 വരെ പഠിക്കുമ്പോഴും 24 മുതൽ 27 വരെ പഠിക്കുമ്പോൾ 27-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 27-ന്റെ 23 വായിച്ചത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ നിന്നു. സ്തോത്രം. എൻ്റെ അടുക്കൽ നിന്നു. ആരുടെ അടുക്കല? 276 പേര് സഞ്ചരിക്കുന്ന ഒരു കപ്പലിനകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരാൻ വലിയ റോഡോ കാറോ വണ്ടികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കടലാണെങ്കിലും ഇനി ഏത് പ്രതിസന്ധി ആണെങ്കിലും പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരാൻ യോഗ്യൻ പ്രാപിച്ച ഒരു ദൂതൻ ഇന്ന് രാത്രിയിൽ 276 പേര് സഞ്ചരിക്കുന്ന ആ കപ്പലിനകത്ത് ഇറങ്ങി വന്നിട്ട് അതിനകത്ത് പൗലൂസിനോട് മാത്രമാണ് സംസാരിച്ചത്. ശ്രദ്ധിക്കണം, ഈ രാത്രിയിൽ എത്ര പേരുണ്ടെന്നല്ല വിഷയം, അതിനകത്ത് പ്രാർത്ഥിക്കുന്ന എത്ര വ്യക്തി ഉണ്ടെന്നാണ് ആ ദൂതിൻ്റെ രത്ന ചുരുക്കം. എത്ര പേര് ഉണ്ട് എന്നൊരിഷ്ടം, എത്ര പേര് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നാണ്. 276 പേരിൽ 276 പേരെയും മാറ്റി നിർത്തിയില്ല. 275 പേരെ മാറ്റിയിട്ട് ഒരാളോട് സംസാരിച്ചു. ഇന്ന് രാത്രിയിൽ ആ ആളിനെ നോക്കി ഈ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുക നിന്നോട് സംസാരിക്കാൻ. ഈ രാത്രി അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നടക്കുക കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൂത് പറയട്ടെ. കഴിഞ്ഞ നാളുകളിൽ പൗലൂസും തൻ്റെ 275 പേരും അടങ്ങുന്ന 76 പേരടങ്ങുന്ന ഒരു സംഘം അവിടെ എത്തും മുമ്പേ ഒത്തിരി പേരെ കൊന്ന ഒരു ശത്രു അവിടെ ഉണ്ട്. സ്തോത്രം. ഒത്തിരി പേരെ കൊന്ന ഒരു ശത്രു ആ ദ്വീപിനകത്തുണ്ട്. അവനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത്. 2, ബിബ്ലിയോസ് എന്ന ഒരു മനുഷ്യൻ്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കൂടെ ദൈവം പൗലൂസിന് അധികാരം കൊടുത്തു. ഇന്ന് രാത്രി ചില അധികാരങ്ങളും ചില നിയോഗത്തിൻ്റെ ശുശ്രൂഷകളും കൈമാറ്റം ചെയ്യാൻ യോഗ്യരായവരെ തപ്പി നടക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂതായിട്ട് വിളിച്ചു പറയുകയാ. 275 പേരോട് സംസാരിക്കാത്ത ദൈവം 276 പേര് നടുവിൽ ഒരുത്തനോട് സംസാരിച്ചെങ്കിൽ, വേറെ ആരും കേട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി നിയോഗത്തോടെ ദൈവാത്മാവിൽ ദൂത് കൈമാറട്ടെ. നിന്റെ ഹൃദയത്തിലെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിപ്പുണ്ട്. ഹൃദയത്തിലെ ഓരോ സ്പന്ദനങ്ങളും അത് ശത്രു നിയന്ത്രിക്കുന്നതല്ല. ഓരോ സ്പന്ദനങ്ങളും ഓരോ ശബ്ദവും തിരിച്ചറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി അതിൽ ഒന്നും കുറയാതെയും ഒന്നും കൂടാതെയും ലിമിറ്റിനെ സഞ്ചരിപ്പിക്കുന്ന ഓരോ ഇടികളും ഓരോ സ്പന്ദനങ്ങളും അതിൻ്റെതായ സമയത്ത് നടത്തിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്തും നിങ്ങളിരിക്കുന്ന രാജ്യത്തിനകത്തും നിങ്ങളിരിക്കുന്ന പട്ടണത്തിനകത്തും നിങ്ങളിരിക്കുന്ന സഭയ്ക്കകത്തും വ്യാപരിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂതായി വിളിച്ചു പറയുന്നു. നിന്റെ ഗമനത്തെ മാത്രമല്ല കേട്ടോ, ആഗമനത്തെയും കാത്തു നിന്ന് ഭവനത്തിലെത്തുവോളം ചിറകിന്റെ മറവിൽ മറച്ച് ഒരു കുഞ്ഞിനെ തൻ്റെ മാതാവും പിതാവും ചേർത്തണച്ച് കൊണ്ടുവരുന്നത് പോലെ നിന്റെ ഗമനത്തെ എത്തിയത് കൊണ്ട് തിരിച്ചു മടങ്ങി ദൂതൻ വരത്തില്ല. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ നിന്നെ താങ്ങി നിന്നെ നിർത്തി ഏത് ആവശ്യത്തിൻ്റെ മധ്യേയും കൂടെ ഇരുന്ന് നിന്നോട് സംസാരിക്കുന്ന ഈ ദൂതനെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപിൽ കൊണ്ട് നിർത്തുന്ന ദൈവത്തിൻ്റെ കരം ഈ രാത്രി ആരോടൊക്കെ വിളിച്ചു പറയുന്നു. വിട്ടേച്ചു വരുന്ന ദൈവമല്ല, വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, തിരിച്ചു മടക്കി ഭവനത്തിലേക്ക് ചേർത്തണയ്ക്കുന്ന ഒരു അരുമരക്ഷകനായ ഒരു ദൂതൻ ഇന്ന് രാത്രി 276 പേരുടെ അടുത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം സംസാരിച്ചത് പൗലൂസിനോടാ. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് രാവിലെ ഇറങ്ങി ഒന്ന് റൗണ്ട് അടിച്ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇരിക്കുന്ന ഭവനത്തിൽ ഇത്ര എണ്ണം കാണത്തില്ല. ഒരു ഭവനത്തിനകത്ത് 1-2 പേര് വെച്ച് നോക്കിയാലും നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ 4-5 ഭവനം കാണും. അതിനകത്ത് എങ്ങനെ കൂട്ടിയാലും 276 പേര് വരത്തില്ല. എന്നാലും നിന്റെ കുടുംബത്തിനകത്ത് ഒരുത്തൻ പ്രാർത്ഥിക്കുന്നവനുണ്ടോ? അവന്റെ നടുവിൽ ഇറങ്ങി സംസാരിപ്പാൻ ഇന്ന് രാത്രി
രാത്രിയിലും ദൈവത്തിന് അധികാരമുണ്ട്. ചില ദുഷ്ടദൂതന്മാരെ ഛേദിച്ച് കളഞ്ഞിട്ട് തനിക്കായി വേർതിരിക്കപ്പെട്ടവരെ വിടുവിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ്, നിന്റെ വിഷയത്തിന് നടുവിൽ ആരിടപെട്ടില്ലെങ്കിലും സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിഷയത്തെ ചവിട്ടി അമർത്തുവാൻ ആരെല്ലാം ശ്രമിച്ചാലും അതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. കാലസമ്പൂർണതയിൽ തന്റെ ദൂതന്മാർ സംസാരിച്ചു എങ്കിൽ ഇന്ന് രാത്രിയിലും സംസാരിക്കാൻ യോഗ്യത പ്രാപിച്ച ദൂതന്മാരെ നിന്റെ വീട്ടിനകത്ത് അയക്കാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്രയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും തന്നിൽ ആശ്രയിക്കുന്നവർ വളർന്നുകൊണ്ടേയിരിക്കും. എത്രയൊക്കെ ചവിട്ടി അമർത്താൻ നോക്കിയാലും തന്നിൽ ആശ്രയിക്കുന്നവർ മുൻപിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അവരെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ 276 പേര് സന്തോഷമായി യാത്ര ചെയ്യുകയാണ്. എന്നാൽ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് ആ മറുകര കടക്കുമോ എന്നൊക്കെ ഒരു ചിന്ത അതിനകത്തുണ്ട്. മറുകര കടക്കുമോ, മുമ്പിലോട്ട് പോകുമോ, ഇനി ഈ ലക്ഷ്യസ്ഥാനം എത്തുമോ? സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട നിമിഷങ്ങൾ. അവിടെ യാത്ര തുടങ്ങിയ സമയം മുതൽ മറുകര എത്തിക്കാതെ, ശ്രദ്ധിക്കൂ, അവിടെ അല്പം ഒന്ന് നിർത്തിയിട്ട് ഒരു ദൂതോടെ പറയാം. ആമേൻ, സ്തോത്രം. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിക്കണ്ട. 5-ാം അധ്യായം അതിന്റെ 30, 31, 32, 33, 34, 35, 36, 37, 38 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു സഞ്ചരിച്ചു. 35 പടകുണ്ടായിരുന്നു. 35 പടകിൽ യേശു സഞ്ചരിച്ച പടകിൽ മാത്രം തിരമാല അടിച്ചു കയറി. എന്താ കാര്യം? കൃപയുള്ളവനെ കണ്ടുപിടിച്ച്, ശുശ്രൂഷയുള്ളവനെ കണ്ടുപിടിച്ച്, ശുശ്രൂഷയിൽ നിന്ന് ആമേ മറുകര എത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആത്മീയനെ കണ്ടുപിടിച്ച് ആമേൻ അവരെ തകർത്ത് കളയുന്ന ശത്രു ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, യേശു കർത്താവിന്റെ കാലഘട്ടത്തിലും ശക്തമായി ആമേ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. പക്ഷേ അവിടെ പ്രതികൂലത്തിന് നടുവിലും നിർത്തിയ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അധികാരം പ്രാപിച്ച എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്ത് അധികാരം പ്രാപിച്ച എത്ര പേരുണ്ട്? ദൂത് പ്രാപിച്ച എത്ര പേരുണ്ട്? ദൂത് കേൾക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ വിശുദ്ധ കരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി പറ, എന്റെ കർത്താവ് ഇന്ന് രാത്രി എന്റെ കരത്തെ പിടിക്കുന്ന ദൈവം എത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ഇന്ന് രാത്രി എന്റെ കരത്തെ പിടിക്കുന്ന ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ യാത്രയ്ക്ക് തടസ്സങ്ങൾ വരും, നിന്റെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരും, നിന്റെ യാത്രയ്ക്ക് പരിമിതികൾ വരും, ഞെരുക്കങ്ങൾ വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, യാത്ര പുറപ്പെടാൻ ദൈവമാണ് പറഞ്ഞെങ്കിൽ യാത്ര പര്യവസാനിപ്പിക്കാൻ എൻ്റെ ദൈവം കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. തുടക്കം ദൈവം പറഞ്ഞെങ്കിൽ, തുടങ്ങാൻ ദൈവം പറഞ്ഞെങ്കിൽ അതിൻ്റെ പര്യവസാനിപ്പിക്കാൻ, ചന്തമായി അവസാനിപ്പിക്കാൻ എൻ്റെ ദൈവം കൂടെ ഇരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, പരിശുദ്ധനായ ദൈവത്തെ പിന്തുടർന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല, അവരുടെ മുഖം വാടിപ്പോയിട്ടില്ല. അല്പനിമിഷത്തേക്ക് വേദനകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, എല്ലാ ഭാഗവും നിനക്കും എനിക്കും എതിരായി തീരാം. പക്ഷെ അവിടെ ഒരുത്തനെ തപ്പി നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി. ആരോടൊക്കെ ദൈവം പറയുന്നു, ഇന്ന് രാത്രി ഒന്ന് കടന്നു കിട്ടിയെങ്കിൽ, ഈ രാത്രി ഒന്ന് കടന്നു കിട്ടിയെങ്കിൽ, ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഒന്ന് കടന്നു കിട്ടിയെങ്കിൽ, ആമെ ചിന്തിക്കുന്ന ഒരു രാജ്യം തന്നെ കൊണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഒന്ന് കടന്നെങ്കിൽ, ഇന്ന് ഈ ഇരുട്ടൊന്ന് മാറിക്കഴിഞ്ഞെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആയിരങ്ങൾ ആമേ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിക്കുന്ന പൗലൂസിന്റെ നടുവിൽ ഇറങ്ങി എന്ന് പറയുക, പൗലൂസേ നീ പേടിക്കണ്ട, നിന്റെ ഉടയവൻ എവിടെ വെച്ച് പിടിച്ചെന്നറിയാം പൗലൂസിനെ? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച്. ഹലോ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവനെ പിടിച്ച നിസ്സാര പിടിയല്ല കേട്ടോ. പിടിച്ചതും വിളിച്ചതും വളരെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, സുരക്ഷിതമായി അവനെ വിളിച്ച് പുറത്തിറക്കി, അധികാരം കൊടുത്തു, അവന്റെ കാഴ്ചപ്പാടിലേക്ക് മാറ്റി. അവന്റെ പിതാവ് കൊടുത്ത കാഴ്ചപ്പാട്, ഗമാലിയന്റെ കാൽക്കീഴിൽ നിന്ന് പഠിച്ച ന്യായപ്രമാണങ്ങള്, ആമേ, ദൃഷ്ടാന്തങ്ങള്, ആമേ, സകലതും അവന്റെ കണ്ണിൽ നിന്നെല്ലാം, അവന്റെ ഹൃദയത്തിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ട് അടുത്തൊരു സോഫ്റ്റ്വെയർ ദൈവം അപ്ഡേറ്റ് ചെയ്തു. അതിനകത്ത് ഒത്തിരി ഡാറ്റകൾ അതിനകത്ത് കൊടുത്തു ദൈവം. എന്തൊക്കെയെന്നറിയാമോ? ജനത്തെ നടത്താനുള്ളത്, പൗരോഹിത്യ ശുശ്രൂഷ, അപ്പോസ്തലിക ശുശ്രൂഷ, ആലയങ്ങൾ പണിയാനുള്ള ശുശ്രൂഷ, ആലയങ്ങൾ സ്ഥാപിക്കാനുള്ള ശുശ്രൂഷ, ശിഷ്യന്മാരാക്കാനുള്ള ശുശ്രൂഷ, അഭിഷക്തന്മാരാക്കാനുള്ള ശുശ്രൂഷ, എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയൊരു അപ്ഡേഷൻ അവന്റെ ഹൃദയത്തിൽ നടന്നു. വാസ്തവത്തിൽ പറഞ്ഞാൽ, വേദപുസ്തകത്തിനകത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, പഴയ
പഴയതിനെ എടുത്തു കളഞ്ഞിട്ട് പുതിയ ഒരു ആമേൻ ചാർജിങ് ഒരു റാം അവന്റെ ഹൃദയത്തിനകത്ത് വച്ച് പിടിപ്പിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ പരിചയപ്പെടുന്നത്. സ്തോത്രം. പഴയതിനെല്ലാം കളഞ്ഞു കേട്ടോ. സ്തോത്രം. പഴയതിനെല്ലാം കളഞ്ഞിട്ട് ഒരു പുതിയതിനെ വച്ച് പിടിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. പഴയത് കൊണ്ട് അനേക ദൂരം സഞ്ചരിക്കാൻ കഴിയത്തില്ല. കർത്താവിനറിയാം ആമേൻ ഇത് ദീർഘദൂരം പോകത്തില്ല. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു പുതിയ അധികാരം ചെയ്യാനുണ്ട്. എന്താ അധികാരം? 1 പാമ്പുകളുടെ മേൽ, 2 തേളുകളുടെ മേൽ, 3 ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും അധികാരം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഇത് ഇവിടുന്ന് വന്ന അധികാരമല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്ന അധികാരമാ. അത് പുത്രൻ മുഖാന്തരം ശിഷ്യന്മാരുടെ മേൽ പകർന്നു. എന്നിട്ടും അവർ ഭീരുക്കളായി തീർന്നു. എന്നിട്ടും അവർ പരീക്ഷിച്ചു നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല. ദൈവ കൃപ പകർന്നു. നാളുകൾക്ക് മുമ്പേ അഭിഷേകം പകർന്നു. അതില് എന്തൊക്കെ അഭിഷേകമെന്ന് അറിയാതെ ഇവർ പരക്കം പായുകയാണ്. രോഗികളുടെ മേൽ ഇവർ കൈവയ്ക്കുന്നു, സൗഖ്യമാകുന്നില്ല. ഭൂതങ്ങളെ പുറത്താക്കാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാകുന്നില്ല. ആമേൻ. സ്തോത്രം. അനേക വ്യാധിക്കാരുടെ മുമ്പിൽ പോയി ആമേൻ അവർ പൾസിക്കുന്നു, സാത്താൻ പോകുന്നില്ല. രോഗികൾ സൗഖ്യമാകുന്നില്ല. പിന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നു. കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചങ്കോട് ചേർത്ത് വെച്ച് പത്രോസിനോട് പറഞ്ഞൊരു വാക്കാണ്, സാത്താനെ എന്നെ വിട്ട് മാറിപ്പോ. ഇന്ന് രാത്രി കൃപകൾ പ്രാപിച്ചു ദൈവത്തിന്റെ അടുത്ത് നിന്ന് ശ്രേഷ്ഠ പൗരോഹിത്യത്തിലേക്ക് ആമേ പത്രോസിനെ ചേർത്തണച്ചു. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ഒരു അപ്ഡേഷൻ അവന്റെ മേൽ പകർന്നു. ഒരു സ്റ്റോറേജ് അവന്റെ മേൽ ദൈവം കൊടുത്തു. അത് ഭൂമിയിൽ അധികാരമല്ല കേട്ടോ, സ്വർഗത്തിലെ അധികാരം. പരമാധികാരിയുടെ സകലതും ആമേ പത്രോസിന്റെ മേൽ പകർന്ന് ആമേ മരിച്ച തബീതയെ ഉയർപ്പിക്കാൻ, 100 കണക്കിന് മരിച്ചവരെ ഉയർപ്പിപ്പാൻ, 1000 രോഗികളെ സൗഖ്യമാക്കുവാൻ, ആമേ സ്വർഗരാജ്യത്തിന് താക്കോല് വരെ, ആമേ സ്തോത്രം, മത്തായി 16 സ്വർഗരാജ്യത്തിന് താക്കോല് വരെ അവന്റെ മേൽ കൊടുത്ത് ദൈവം ഒരു അധികാരം കൊടുത്തെന്ന്. ഇത് ഭൂമിയിൽ അധികാരമല്ല കേട്ടോ. എന്താ എന്നിട്ട് പറഞ്ഞത്? നീ ഭൂമിയിൽ കെട്ടുനോക്കി എവിടെ കെട്ടപ്പെടും? സ്വർഗത്തിൽ കെട്ടപ്പെടും. പിന്നെ അടുത്തൊന്നുകൂടെ പറഞ്ഞു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിയപ്പെടും. ഇന്ന് പകലില ദൈവമക്കളെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നീ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമം പറഞ്ഞ അഴിക്കുന്ന ശത്രു സ്വർഗത്തിലും അഴിഞ്ഞിരിക്കാൻ പോകുകയാ. നിന്റെ മേൽ, കുടുംബത്തിന്റെ മേലുള്ള സകല മേലെഴുത്തുകളും, തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള മേലെഴുത്തുകളും ഇവിടെ ആമേ സ്ഥാപിക്കപ്പെട്ടതിന് നീ അഴിക്കുമ്പോൾ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കാൻ പോകുകയാ. പക്ഷെ വിശ്വാസത്താൽ ദൈവമക്കൾ ഒന്ന് കെട്ടപ്പെടുമെങ്കിൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഇവിടെ ആലയത്തിൽ വലിയ രജിസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. ഒറ്റയിടിയിൽ 5000 പേരൊക്കെ എഴുതാനുള്ള കുടുംബ രജിസ്റ്റർ ഉണ്ട്, വിവാഹ രജിസ്റ്റർ ഉണ്ട്, പല രജിസ്റ്ററുകളും സഭാ രജിസ്റ്ററുകളെല്ലാം പള്ളിക്കകത്തിരിപ്പുണ്ട്. എന്നാൽ കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഞാൻ എന്ത് ചെയ്യും? തീപ്പൊയ്യിൽ തള്ളിയിടും. ഈ ആലയത്തിലെ രജിസ്റ്ററിൽ പേരുണ്ടൊരു കാര്യമില്ല. ജീവിതം തെളിയിച്ച് കാണിക്കണം, ജീവിച്ച് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കണം? ആമേൻ സ്തോത്രം. നല്ലവണ്ണം തെളിഞ്ഞ ശേഷം കൊള്ളാകുന്നവനായി, കേവലം ഒരു പെന്തക്കോസ്തുകാരനായി, കേവലം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഒറ്റ കാര്യമുണ്ട് കേട്ടോ. ദൈവം നിന്നോട് അരുളി ചെയ്യുന്നത് കേൾക്കാനും അത് കേട്ട് ബദൽ പറയാനും ആമേ പ്രതികരിക്കാനും നീയും ഞാനും തയ്യാറാകുമ്പോൾ പിന്നെയും ദൈവം പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം ഇന്ന് രാത്രി ആർക്കും കടക്കാരനല്ല എന്ന് ആമേ പാട്ടുകാരൻ പാടുന്നത് പോലെ ഇന്ന് രാത്രി പറയുക. ദൂതൻ പറയുന്നു, പൗലോസേ നീ ഭാരപ്പെടണ്ടടാ, ഇന്ന് രാത്രി നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം ഈ രാത്രി ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആത്മാവിന്റെ കൃപ ഈ രാത്രി വ്യാപരിക്കട്ടെ. ഒരു കാര്യം പറയാം, ആമേ സ്തോത്രം, വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവരിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ആമേൻ 24-ാമത്തെ വാക്യം പറയുന്നു പൗലോസ് ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്ന ആമേൻ സ്തോത്രം ഇവരെല്ലാവരും എന്ത് ചെയ്യണം? ദൈവ സന്നിധിയിൽ അവരെല്ലാവരും നിൽക്കണം. നിന്നോട് കൂടെ ഇവർ യാത്ര ചെയ്തവരെയല്ലേ? സ്തോത്രം. യാത്ര ചെയ്യുന്നവർ തള്ളിക്കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, റാന്നിയിൽ ഒരു അപകടം ഉണ്ടായി, ഭയങ്കര അപകടമാണ്. ആമേൻ സ്തോത്രം. നിങ്ങൾ എത്ര പേർ അറിഞ്ഞെന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവർ സഞ്ചരിച്ച, ഗാനമേള ട്രൂപ്പ് സഞ്ചരിച്ച ഒരു കാറ് ആമേ കുരിശടിയിൽ ഇടിച്ച് കയറി ആമേ കൃത്രിമമായി
കത്രിക കൊണ്ടുവന്ന് അതിനെ വെട്ടിയെടുത്താണ് അതിനകത്തുള്ള രണ്ടുപേർ തക്ഷണം മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവരെവിടെയാ പാടിയിട്ട് വന്നത്? അവർ ചർച്ചിൽ ഗാനമേള നടത്തി തിരിച്ചു വന്നവരാ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവത്തോട് ചോദിക്കാനും ജ്ഞാനിക്കും നിങ്ങൾക്കും പ്രാഗൽഭ്യമില്ല. ദൈവം അതിന്റെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യും. ഒറ്റ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ സ്തോത്രം ശനിയാഴ്ച മുതൽ ഈ ശനിയാഴ്ച വരെ എന്തിനെങ്കിലും ദൈവം കുറവ് വരുത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ദൈവം തരാതിരുന്നിട്ടുണ്ടോ? ചോദിച്ചിട്ട് ദൈവം തന്നിട്ടില്ലേ? നമ്മുടെ യാത്രയിൽ ദൈവം പരിപാലിച്ചില്ലേ? എത്രയോ ദീർഘദൂരം നമ്മൾ യാത്ര ചെയ്തു. എത്രയോ പ്രാവശ്യം നമ്മൾ വണ്ടിയിരുന്ന് മനപ്പുറം ഉറങ്ങിപ്പോയി. ദൈവം നമ്മെ സൈഡാക്കിയില്ലേ? എന്തുകൊണ്ടെന്നറിയാമോ? ഇതിനൊക്കെ പിന്നിൽ ചില മധ്യസ്ഥതകളുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ഇന്ന് രാത്രി കണ്ണുനീരിന് ഒരിക്കലും വില കൽപ്പിക്കാത്ത ദൈവമല്ല. പൗലോസിന് വേണ്ടി കരഞ്ഞത് ഒരു യുഗമാണ്. സ്തോത്രം. പൗലോസിന് വേണ്ടി കരഞ്ഞത് ഒന്നോ രണ്ടോ അഭിഷിക്തന്മാരല്ല, ഒരു യുഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തലമുറ പൗലോസിന് വേണ്ടി കരഞ്ഞു. കാരണം അഭിഷിക്തന്മാരെ കൊന്നതും പള്ളികൾ പൊളിച്ചതും പൊളിക്കാനുള്ള അധികാരപത്രവുമായി സഭകൾക്ക് വിരോധമായി നിന്നവൻ, ശുശ്രൂഷകളെ അടിച്ചമർത്താൻ നോക്കിയവൻ, ഗർഭിണിയായ സ്ത്രീകളെ കൊല്ലാൻ കൂട്ടുനിന്നവൻ, പിടിച്ചുകെട്ടി കാരാഗൃഹത്തിലെ തുറുങ്കിൽ അടയ്ക്കപ്പെടാൻ വേണ്ടി എല്ലാം അധികാരങ്ങളുമായി പുറപ്പെട്ടവനെ ദമസ്കോസിന്റെ പടിവാക്കിൽ വെച്ച് അവൻ പിടിച്ചെടുത്തെങ്കിൽ, സ്തോത്രം, ഇന്ന് രാത്രി സ്തോത്രം, ദൈവവേദന അറിയാമോ? നിങ്ങളും ഞാനും പാർക്കുന്ന ഭൂമിക്കടിയിൽ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത സ്തോത്രം, ഒരു യന്ത്രത്തിന് പോലും ഇതിനടിയിൽ എന്തുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും സെറ്റപ്പിൽ അനേക തുറുങ്കുകൾ ഇതിനകത്തുണ്ട് ഭൂമിക്കടിയിൽ. പ്രൈസ് ദി ലോർഡ്. ഭൂമിക്കടിയിലുണ്ട്. അതിനകത്ത് ബന്ധിതലായി കിടന്ന, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന നൂറുകണക്കിന് പേരല്ല, ലക്ഷക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകന്മാരുണ്ട്, ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുന്നവരുണ്ട്, കർത്താവിന്റെ വേലക്കാരുണ്ട്. ഇവരെ എല്ലാം അടിച്ചമർത്തി ഈ തുറുങ്കിനകത്തടച്ച് മാസത്തിലോ 2 വർഷത്തിലോ 2 മാസത്തിലോ ഒരിക്കൽ ഒരാൾ പോയി നോക്കും. സ്തോത്രം. യന്ത്രം വഴി ആഹാരം എത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കാലഘട്ടങ്ങൾ കഴിഞ്ഞു. സ്തോത്രം. 72-ലെ യുദ്ധ സമയത്ത് ഈ തുറുങ്ക് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഭൂമിക്കടിയിലുള്ള സകലതും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. എവിടെ ഇതിന്റെ ദിശകൾ കിട്ടാതായി പോയി. എന്നാൽ അത് കണ്ടുകിട്ടി. 2023 ഡിസംബർ മാസം 21-ാം തീയതി സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ ദാസൻ തന്റെ ഓപ്പറേഷനില് അകത്ത് നിന്നുകൊണ്ട് താനിങ്ങനെ സെർച്ച് ചെയ്തു, ഭൂമി പഠിച്ചപ്പോൾ ഭൂമിക്കടിയിൽ അഗാധമായി കിടക്കുന്ന ആയിരക്കണക്കിന് പേരെ പൂട്ടിയിട്ടിരിക്കുന്ന, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിക്ഷേപങ്ങളും സ്വർണ്ണ ലിപികളും സ്വർണ്ണ നാണയങ്ങളും അടങ്ങുന്ന വലിയ ഒരു സംരംഭം ഭൂമിക്കടിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. എന്നാൽ കണ്ടുപിടിച്ചപ്പോൾ വർഷങ്ങൾ പലതായി. ഇന്നത് കണ്ടപ്പോഴേ അസ്ഥികൾ എങ്ങനെയാണോ അവർ ബന്ധിക്കപ്പെട്ടിരുന്നത്, മാംസങ്ങളെല്ലാം ദ്രവിച്ചുപോയി, അസ്ഥികൾ മാത്രം ഇരിപ്പുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ കയറി നോക്കി കാണാൻ കഴിയും. ഞാനത് ഇട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് അസ്ഥികൾ മാത്രം ആ ജയിലിനകത്ത് അടങ്ങിയിരിക്കുന്നു. എന്തെന്നറിയാമോ? ആയിരക്കണക്കിന് പേർ ബന്ധിതരായി കിടക്കുന്ന ആ ജയിൽ എവിടെയെന്നറിയത്തില്ല. ഇന്ന് രാത്രി കേൾക്കണമോ? സ്തോത്രം. ഗാസയിൽ ബോംബിട്ട് ജയിലിന്റെ മതിൽക്കെട്ടുകൾ തകർത്തു. മെയിൻ എൻട്രൻസുകളൊക്കെ അടിച്ച് തകർത്തു. തീർന്നില്ല. എന്നിട്ട് അതിനകത്തുള്ള ഡോറുകളെല്ലാം അടിച്ച് തകർത്തിട്ട് ബന്ധിതരായി കിടന്നവരെല്ലാം വിക്കറ്റ് ചെയ്തു. അവിടുന്ന് പാലായനം ചെയ്തു. എന്താ കാര്യമെന്നറിയാമോ? ഓടി രക്ഷപ്പെടാൻ ഒരു അതിരുവരമ്പ് ഈ യുദ്ധത്തിൽ കൂടെ ആയിരക്കണക്കിന് വ്യക്തികളെ സ്തോത്രം, മലയാളികളുണ്ട്, പല സ്തോത്രം, രാജ്യത്തുള്ള ആയിരക്കണക്കിന് പേര് സ്വതന്ത്രം പ്രാപിച്ചു. ഇതിന്റെ കാര്യം എന്തെന്നറിയാമോ? ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൂതനെല്ലാം അറിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സെബന്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോ നടക്കുന്ന സംഭവങ്ങൾ അന്ന് വിവരിച്ചിട്ടുണ്ട്. തന്റെ സെബന്യാ പ്രവാചകനിൽ കൂടെ ദൈവം വിവരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ
അതിൻ്റെതായ ആഴങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഈ തലമുറയിൽ ഇത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ള ദൂതുകളാണ്. സ്തോത്രം. ഈ രാത്രിയിൽ സ്തോത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നും നാളെ ഒന്നും ഇത് തീരത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ആത്മാവ് ഇങ്ങനെ എടുത്ത് കൊടയുകയാ. ഇന്ന് രാത്രി വചനത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ വരാൻ പോകുകയാ. ഇവിടെ നോക്കൂ, പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് എൻ്റെ ഉടയവനും. ഈ രാത്രി പറയാൻ പറ്റൂ, എൻ്റെ ഉടയവൻ. ഹലോ, എന്നെ വിളിച്ചവൻ, എന്നെ വേർതിരിച്ചവൻ, എന്നെ കർത്താവിന് വേണ്ടി നേടിയവൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അടുത്തൊക്കെ പലപ്പോഴും ദൈവം ചേർന്ന് നിൽക്കാറുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവിക്കാറുണ്ട് കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്നതല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടുന്നത് മാത്രമല്ല, പാട്ടിൽ കൂടെ ലയിച്ച് പാടിക്കഴിഞ്ഞാലേ ഹല്ലേലൂയ കണ്ണിൽ കൂടെയൊക്കെ കണ്ണുനീരൊക്കെ പുറത്തു വരും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിലെ സ്തോത്രം നമ്മെ ഏൽപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്യാനായിട്ടുള്ള വ്യഗ്രതയുണ്ടല്ലോ, അതാരും അറിഞ്ഞില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഇന്നലെ സ്തോത്രം നമ്മുടെ സുഹൃത്തിൻ്റെ വിവാഹമായിരുന്നു, കല്യാണം ആയിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ചില വർഷങ്ങളായി ഗ്രാജുവേഷന് കീബോർഡ് വായിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതന്റെ വിവാഹമായിരുന്നു. സ്തോത്രം. വിവാഹം 4:30 മുതൽ സ്തോത്രം രാത്രി വരെയാ. ഞാനിവിടെ അവിടെ പോയി ഇറങ്ങിയപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് അദ്ദേഹത്തിനെ കണ്ടു, കാര്യങ്ങൾ ക്രമീകരിച്ചു. എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിയും, കാരണം രാത്രി മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് കല്യാണമല്ല വലുത്. സ്തോത്രം. എനിക്കും എന്നെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. സ്തോത്രം. എനിക്കിന്ന് കല്യാണമല്ല, ഇന്ന് പറഞ്ഞ കല്യാണമാണ് വലുത്. സ്തോത്രം. കല്യാണത്തിന് പിന്നാലെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ അങ്ങനെ പിറപ്പിക്കോ, കുഴപ്പമില്ല, അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അതിന് പക്ഷേ എന്നെ ഏൽപ്പിച്ച് അങ്ങനെയല്ല. എനിക്ക് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അല്ലാതെ അവരുടെ എല്ലാവരുടെ മുമ്പിലൊന്നും പോയി ഇരിക്കാനുള്ള സമയം. പക്ഷേ ഞാൻ പറഞ്ഞു, ദൈവമേ രാവിലെ ആയിരുന്നെങ്കിൽ ഒന്ന് കൂടായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ വേദിയിൽ കയറി 2 വാക്ക് പറയാതെ പോകരുത്. ഉറപ്പായിട്ട് ഞാൻ പോകത്തില്ല. സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് കയറി പ്രാർത്ഥന തുടങ്ങിയ ശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്നു. സ്തോത്രം. എനിക്ക് 1.5 മണിക്കൂർ വേണം എൻ്റെ വീട്ടിലെത്താൻ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഏൽപ്പിച്ചത് ചെയ്യാനുള്ള വ്യഗ്രത, അവിടെയാണ് ദൈവം ഇറങ്ങിയത്. ഈ പൗലൂസിനെ ഏൽപ്പിച്ചത് 1-2 പേരല്ല, അവൻ്റെ കപ്പലിനകത്ത് സഞ്ചരിക്കുന്നത് 275 പേരാ. പൗലൂസ് ഉൾപ്പെടെ 276 പേരാ. അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അവർ കുടിക്കേണ്ട പാനീയം, അവർക്ക് മാറി കൊടുക്കാനുള്ള ഡ്രസ്സുകൾ, അവർക്ക് ഇത്ര ദിവസം താമസിക്കാനുള്ള സമ്പത്ത്, നാണയങ്ങൾ, സ്തോത്രം, സകല സാമഗ്രികളുമായി അവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ കപ്പൽ ആഞ്ഞടിച്ചപ്പോൾ സ്തോത്രം കരയിൽ എത്തില്ല എന്ന് കണ്ടപ്പോൾ സകലതും വാരി പുറത്ത് കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്താ സംഭവം എന്നറിയാമോ? ഇതെല്ലാം വാരി പൗലൂസ് പുറത്ത് കളഞ്ഞു. എല്ലാം വാരി പുറത്ത് കളഞ്ഞ് നങ്കൂരമിട്ട് നങ്കൂരമുറച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലത് വാരി പുറത്ത് കളയുമ്പോഴാ ശാന്തമാകുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി യോനയെ എടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ കപ്പൽ ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനയെ എടുത്ത് പുറത്ത് കളഞ്ഞപ്പോൾ അകത്ത് കപ്പൽ ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. എത്രയോ വണ്ടി അപകടങ്ങൾ നടന്നു, എത്രയോ കപ്പൽ ഛേദങ്ങൾ സംഭവിച്ചു, എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനകത്ത് സംഭവിച്ചു. എന്തുകൊണ്ട് ആരും നറുക്കിട്ടില്ല? ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചു നറുക്കിടും. അതവിടെ സംഭവിച്ചു കഴിഞ്ഞു. നോക്കൂ, പൗലൂസിന്റെ യാത്രയുടെ നടുവിൽ അവിടെ പറയുന്ന ഒറ്റ വാക്ക്, എൻ്റെ ഉടയവനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി നമ്മൾ കടന്നു വരുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും. ഹല്ലേലൂയ. അത് വെളിപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ഇതാണ്, ദൈവവും നീയായിട്ടൊരു ബന്ധം ഇന്ന് രാത്രിയിൽ പുറത്തു വരണം. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല കേട്ടോ, അത് വലിയ ദൗത്യമാണ്. അത് മനസ്സിലാക്കിയത് സ്തോത്രം. ഹല്ലേലൂയ. പൗലൂസ് നല്ലവണ്ണം മനസ്സിലാക്കി. അതുകൊണ്ടാണ് പൗലൂസിന്റെ നടുവിൽ ദൈവം ഇറങ്ങിയത്. സ്തോത്രം. അടുത്ത് നിങ്ങൾ വായിച്ചോ അതിൻ്റെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. 37ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 37ഉം 38ഉം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 37ഉം 38ഉം 27ാമത്തെ അധ്യായത്തിനകത്ത് വായിച്ചേ. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആൾ ഉണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു. എല്ലാം എന്ത് ചെയ്തു? തൃപ്തിയായി. സ്തോത്രം. എത്ര പേരുണ്ടായിരുന്നു കപ്പലിനകത്ത്? 276 പേർ ഉൾപ്പെട്ട ഒരു വലിയ ജനത. 2 ചർച്ചിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്.
ഇവരൊന്നും ചെറിയ ആൾക്കാരൊന്നുമല്ല, എല്ലാം ശക്തന്മാരാ, നല്ല കരുത്തുറ്റവരാ ഇവരെല്ലാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിനും മുൻപന്തി നിൽക്കുന്നവരാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെ യാത്ര ആമേൻ മറുകര എത്തുമോ എന്നുള്ള ഒരു വിഷമം അവരെ ഭരിച്ചു. മറുകര ഞങ്ങൾ എത്തുമോ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമോ, ഞങ്ങളുടെ യാത്ര പകുതി വഴി വെച്ച് അവസാനിക്കുമോ എന്നവരുടെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ഭാരം കയറി. ആമേൻ. ബാക്കി എല്ലാവരും ഉറങ്ങി, അവരെല്ലാവരും ആമേൻ സ്തോത്രം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കമില്ലാതെ കരയുന്ന ഒരു പൗലൂസ്, ഇന്ന് രാത്രി ഉറക്കമില്ലാതെ കരയുന്ന പൗലൂസേ, നിന്റെ കിടക്കയുടെ അടുത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതനുണ്ട്. സ്തോത്രം. ഉറക്കമില്ലാതെ കരയുന്ന പൗലൂസേ, നിന്റെ കിടക്കയുടെ അടുത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതനുണ്ട്. ഉറക്കമില്ലാതെ ആമേ കരയുന്ന പൗലൂസേ, നിന്റെ കണ്ണുനീര് വീണത് പില്ലോയിലല്ല, ദൈവത്തിന്റെ കരങ്ങളിലാ. ഉറക്കമില്ലാതെ കരയുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് സർവശക്തനാ. ഉറക്കമില്ലാതിരിക്കുന്ന ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിന്റെ നടുവിൽ ദൂതൻ ഇറങ്ങാൻ പോകുകയാ. ഏതൊക്കെ വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്ന ദൈവ പൈതലേ, നിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി നിൽപ്പുണ്ട്. സ്തോത്രം. എന്നാൽ ഇതെല്ലാത്തിനും പര്യവസാനിപ്പിക്കാനാ പൗലൂസിന്റെ യാത്ര. വായിക്കാം 28-ാമത്തെ അധ്യായം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പ്രൈസ് ദി ലോർഡ് 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ വെർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. വളരെ അനുഗ്രഹത്തോടെ അവർ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, ഈ ദ്വീപ് ആമേൻ മെലിത്ത എന്ന് മനസ്സിലായി. കാരണം പൗലൂസിന് മുൻപേ ആമേൻ ഈ ദ്വീപിനെ കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്മാർക്ക് അങ്ങനെയാണ്. ഒരു ദേശത്ത് പോകുമ്പോൾ തന്നെ ആ ദേശത്തെ കുറിച്ച് അവർക്കൊരു ആമേൻ സങ്കല്പം ഉണ്ടാകും. പണ്ടേ ദൈവം കൊടുത്ത ഒരു ആമേൻ ദൂത പൗലൂസിന്. പൗലൂസ് അവിടെ ചെന്ന് കയറും മുൻപ് ശ്രദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. അവിടെ 41, 42, 43, 44 പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. 27, 41, 42, 43, 44 ഈ വാക്യം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. പൗലൂസിന് ഈ ദ്വീപിനെ പറ്റി നല്ല ഒരു അറിവുണ്ട്. കാരണം ഈ ദ്വീപിൽ പോയവരാരും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചു മടങ്ങിപ്പോയിട്ടില്ല. ഹലോ 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 ഈ ദ്വീപിൽ പോയവരാരും തിരിച്ച് മടങ്ങിപ്പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ദ്വീപിനകത്ത് ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഈ ദ്വീപിനകത്ത് അസ്ഥികളായി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ വന്നു പോകുന്ന വിസിറ്റേഴ്സ്, വന്നു പോകുന്ന അഭിഷക്തന്മാർ, പാസ്റ്റർമാർ, യുവാഞ്ചലിസ്റ്റുകൾ, മിഷണറിമാർ, ഇവരെല്ലാം വന്ന് ആ ദ്വീപിലേക്ക് കാൽ ചവിട്ടി 1-2 ദിവസം കഴിയുമ്പോൾ അവരെ അസ്ഥികൾ മാത്രമാണ് ശേഷിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഈ അസ്ഥികളുടെ മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം. ദാനിയേലിന്റെ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആമേൻ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കര ഒരു ദൂത കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പലപ്പോഴും ഈ മെലിത്തെ കൂടെ യോജിപ്പിക്കത്തക്ക തലത്തിൽ ഈ ദൂത് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ തകർക്കാൻ ആമേൻ സ്തോത്രം ആമേൻ കർത്താവായ യേശുക്രിസ്തു ആമേൻ 35 പടകുമായി പോയി ലഗിയോൻ ബാധിച്ചവന്റെ ലഗിയോനെ അഴിച്ചുവിട്ട് അവനെ ബന്ധിച്ചതിന്റെ ബന്ധനത്തെ അഴിച്ച് അവന്റെ പിശാചിനെ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ച് പന്നി മുഴുവനെ കടലിൽ ചാടി ചത്തു. ആമേൻ. അവനെ സ്വതന്ത്രനാക്കി. അതിന്റെ അതേപോലെ യാത്രയാണ് അപ്പോസ്തലനായ പൗലൂസിന്റെ യാത്ര. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. ആ യാത്രയുടെ നടുവിൽ ശത്രുവിന്റെ ഭയങ്കര പ്ലാനും പദ്ധതിയും അവിടെ ആമേൻ സംഘടിപ്പിച്ചു വച്ചു. ഇന്നലകളിൽ വന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ വന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ. ആരെല്ലാം അവിടെ കാലൂന്നിയിട്ടുണ്ടോ ഒരു കൊളയട്ട കടിച്ചാലും അപ്പച്ചാകും. സ്തോത്രം. അവിടുത്തെ മെലിത്തയിലെ ഒരു ഉറുമ്പ് കടിച്ചാൽ അപ്പോഴും ചാകും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. മെലിത്ത പട്ടണത്തിനകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം ആത്മാർത്ഥമായി കുടിച്ചാൽ ചില നിമിഷം കഴിയുമ്പോൾ ശരീരം കയറി തടിക്കും. ആമേൻ. ആത്മാർത്ഥമായി ഒന്ന് ഉറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം എണീക്കത്തില്ല. ആമേൻ. ഒന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ കൂട്ടെ അടിയാകും. അങ്ങനെയല്ലേ ഇന്ന്? ആമേൻ. ഒന്ന് സംസാരിക്കാനായി കർത്തദാസിമാർ തയ്യാറായി ഹസ്ബൻഡിനോട് ചേർന്ന് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് കേട്ടോ. സംസാരിച്ച് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചില മിസ്റ്റേക്ക് വരുമ്പോൾ അടിയാകും. എന്താ കാര്യം എന്നറിയാമോ? ഇത് ഇങ്ങനെ സംസാരിക്കാൻ വിടത്തില്ല. സ്തോത്രം.
സംസാരിക്കാൻ വിടാതെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാക്കുന്ന ഈ മെലിത്താദ്വീപിനെ അറുതി വരുത്താൻ ഒരു അഭിഷക്തനെ സകല അധികാരവും കൊടുത്ത ദൈവം അവിടെ അയച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ദൂത് പറയാം, ദൈവം അയക്കാതെ ഒരിടത്തും പോകരുത്. സ്തോത്രം. ദൈവം അയക്കാതെ ഒരു പട്ടണത്തിലും കാൽ വയ്ക്കരുത്. ദൈവത്തോട് ചോദിച്ചല്ലാതെ ഒരിടത്തും കയറി വാക്കുകൊടുക്കരുത്. ഞാൻ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് പറയരുത്. അത് പലപ്പോഴും രോഗത്തിന് കാരണമായി തീരും, പ്രശ്നത്തിന് കാരണമായി തീരും. ദൈവത്തിന് എന്നോട് ആലോചന ചോദിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് തലയെ കൈവയ്ക്കരുത്. പോയി ആ വീട്ടിനകത്ത് പ്രാർത്ഥിക്കരുത്. ആമേൻ. ആ ദേശത്ത് പോയി കാലൂന്നിയും പട്ടണവും വളഞ്ഞ് പ്രാർത്ഥിക്കരുത്. നിയോഗം പ്രാപിച്ചവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. പലവട്ടം ദൈവത്തിന് ഞെരുങ്ങിയതാ പൗലൂസ്. പൗലൂസ് മാറി നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പൗലൂസിനെ തമ്പുരാൻ പണിത് അയച്ചത് കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 23-ാമത്തെ അധ്യായം. 23-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചില കാര്യങ്ങൾ അവിടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. 23-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം 28-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ വാക്യവും മുതൽ 28-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചേ. 23-ാം അധ്യായത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തേ, അത് വായിക്കും മുമ്പേ അതിന്റെ 11-ാമത്തെ വാക്യം, അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും വായിച്ച ശേഷം ആമേൻ ആമേൻ താഴോട്ട് നമുക്ക് വായിച്ചേ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവുന്നു എന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഉപവാസം തന്നെ പൗലോസ് നേരെ അവിടെ ശ്രമിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഉപവാസമൊന്നും അങ്ങനെ ആയിപ്പോരുത് കേട്ടോ. ആമേൻ. ഉപവാസം ഇരിക്കുന്നത് ശപഥം ചെയ്തവർ 1-2 അല്ല, 40-ലധികം പേരിരുന്ന് പ്രാർത്ഥിക്കുക അവനെ ഒന്ന് കൊന്നു കിട്ടാൻ. ശബനപരകതുനി വൈഡകരാജകൾ ഇല്ല. ദിനീഷ് ബ്രദർ, നിങ്ങളെ കൊല്ലാൻ ആർക്കും പറ്റില്ല. പറ്റിയെങ്കിൽ എന്നേ ചാവേണ്ടത്. നമ്മൾ തമ്മിൽ കാണത്തില്ലായിരുന്നു. പണ്ടേ പെട്ടിക്കകത്താക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ദൂതാറ്റ് ദൈവാത്മാവിന്ന് രാത്രി ആ വചനത്തിന് വെളിപ്പാട് തരികയാ കേട്ടോ. സ്തോത്രം. 1-ലധികം പ്രാവശ്യം നിങ്ങൾക്ക് നേരെ മരണദൂതൻ കൊടി പിടിച്ചു കരിങ്കൊടിയുമായി നിങ്ങളുടെ ഗേറ്റിന്റെ മുൻപിൽ മരണദൂതൻ നിന്നു. കരിങ്കൊടി വയ്ക്കേണ്ട സമയമായെന്ന് പറഞ്ഞ് അവൻ പദ്ധതികൾ ഒരുക്കിയപ്പോഴും ശമനപരകതുനി വേദകരാജകൾ ഖനാദി. ഇന്ന് രാത്രി തമ്പുരാൻ പറയുകയില്ല, നിന്നെ ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ല. ഇനി 1000 പേര് നിനക്കെതിരെ ഒരുപോലെ എണീറ്റാലും സ്തോത്രം. ഹല്ലേലൂയ. ചില വ്യക്തികൾ ഒരുമിച്ച് സംഘം ചേർന്നാലും സ്തോത്രം. പൗലൂസേ, നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്നെ തകർത്ത് കിട്ടുവാൻ, നിന്നെ ഒന്നുമില്ലാത്തവനാക്കുവാൻ ഇവിടെ 40-ലധികം പേര് ഒരുപോലെ ശപഥം ചെയ്ത് തീരുമാനമെടുത്ത് ഉടമനരകത ശംഭഭാരകൾ ഖനാദി ശപഥം ചെയ്ത് തീരുമാനമെടുത്ത് തകർത്തുടച്ചിട്ടല്ലാതെ മാറത്തില്ല. നിന്റെ മാത്രമല്ല, നിന്റെ കുടുംബമായി ഞാൻ ഈ ദേശത്ത് പാർപ്പിക്കത്തില്ല. അതിന് ഞാൻ എത്ര വില വേണമെങ്കിലും ഞാൻ മുടക്കും. അതിനെതിരെ എത്ര പൈസ വേണമെങ്കിലും ഞാൻ വാരിയെറിയുമെന്ന് വെല്ലുവിളിച്ചവന്റെ മുൻപിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, പൗലൂസേ, നിന്നിലേൽപ്പിച്ച ശുശ്രൂഷ സ്തോത്രം അവിടുന്ന് തുടങ്ങാൻ ദൈവാത്മാവ് വേദികൾ ഒരുക്കാൻ പോയ കേട്ടോ. പൗലൂസേ, എവിടെയാണോ നിനക്കെതിരെ, ആരാണോ നിനക്കെതിരെ പഴികൾ നിരത്തിയത്, നിന്റെ ശവം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നത്, ശവക്കഴുകന്മാരെ പോലെ അന്ധകാരത്തിന്റെ മറവിൽ ഇരുട്ടിലിരുന്നു കൊണ്ട് പലരും തന്ത്രങ്ങൾ മെനഞ്ഞത് ആരാ എന്ന് തോന്നുന്നു. എന്ന് രാത്രി ദൈവത്തിന് ദൂതൻ പറഞ്ഞില്ല, പൗലൂസേ, നിന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല. ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ നിന്റെ മേൽ ഞാൻ പരമേൽപ്പിച്ച ചില ശുശ്രൂഷകളുണ്ട്. അത് ഞാൻ നിവർത്തിക്കാതെ ഈ ഭൂപരപ്പിന്ന് ഞാൻ മാറ്റുന്ന ദൈവമല്ല എന്ന് പൗലൂസിന്റെ നടുവിൽ ഇറങ്ങി എന്ന് പറയുക. നീ കൈസരുടെ മുമ്പിൽ നീ റോമിൽ നിൽക്കേണ്ടവനാ. ശമനവരകതുനി വൈഡകരാജകൽക്കനാദി. ഈ നാളുകളിൽ വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ
ദൈവാശ്രയത്തോടും അഭിഷക്തനെ കുടുംബമായി ആയിരിക്കൂ. 2025 ദൈവാത്മ പറയുന്നു, ആമേൻ, എവിടെയാണോ ആമേൻ മരണം കാണാൻ കൊതിച്ചത്, എവിടെയാണോ ശവം കഴുകന്മാർ തിന്നുമെന്ന് ശ്രമിച്ചത്, എവിടെയാണോ ആമേൻ മനുഷ്യൻ ഒരേ സ്വരത്തിൽ പറഞ്ഞത്, അതേ സ്ഥലത്ത് ആമേ പൗലൂസെ മാനിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ആലോചന കൈമാറുകയാ. ശമനപരകതുനി വൈടകരാജകൾക്കനാദി. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവാത്മാവ് ആലോചന തരുമ്പോൾ ഇങ്ങനെ ദൂത് പറയാൻ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിക്കുകയാ. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. ദൈവം ശപഥം ചെയ്തവരുടെ മുൻപിൽ, ഹല്ലേലൂയ, ശപഥം ചെയ്തിട്ടുണ്ടല്ലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ശപഥം ഇന്ന് രാത്രി മാറാൻ പോക കേട്ടോ. ശപഥം മാറാൻ പോക കേട്ടോ. നീ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ, നിന്നെ മാത്രമല്ലടാ, നിന്നോട് കൂടെ ചേർന്ന് നിൽക്കുന്നില്ലേ, ഇവളെയും കൂടെ ഞാൻ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ശപഥം ചെയ്തതാ. ശപഥം നീ ജീവിക്കുന്നതിനെ കാണിച്ചു തരാം എന്നുള്ള ശബ്ദം എൻ്റെ ചെവിയിൽ ഇന്ന് രാത്രി മുഴങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ശപഥം ചെയ്തവർ ഇന്ന് രാത്രി നാണിച്ചു പോകാൻ പോകുകയാ. അവർ നാണിച്ചു പിന്തിരിഞ്ഞു പോകാൻ പോകുകയാ. ശപഥം ചെയ്തു നിന്നവർ ഹല്ലേലൂയ, സ്തോത്രം. ഭവനത്തിനകത്തൊരു മുളവിൻ്റെ തോട് പോലും ഇല്ലാതിരുന്ന സമയത്തും ശപഥം ചെയ്തവർ നോക്കി ചിരിച്ചപ്പോഴും അതിനകത്ത് ഒടിഞ്ഞ പാനകളെ നിറച്ച് ആമേൻ അതിൻ്റെതായ നിലയിൽ മുൻപിലോട്ട് കരം പിടിച്ചു നടത്തിയ ദൈവം, ആമേൻ, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിക്ക് മധുരമൊന്ന് ചേർക്കാനില്ലാതിരുന്ന മണിക്കൂറുകളും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി വെളിപ്പെടുത്തുന്നു പ്രിയരെ. എന്നാൽ ഇന്ന് ദൈവം പറയുന്നു, ശപഥങ്ങൾ മാറുകയാ. ശപഥങ്ങൾ ഇന്ന് രാത്രി ആമേൻ മാറിപ്പോകുന്ന രാത്രിയാ. ശപഥങ്ങളെ ഇന്ന് രാത്രി കർത്താവ് തകർക്കാൻ പോകുകയാ. ദൂതൻ ഇറങ്ങുന്നുണ്ട്. ദൂതൻ ഇന്ന് പട്ടണത്തിൽ വ്യാപരിക്കുന്നുണ്ട്. പട്ടണം ഇളകുന്ന ദൂതൻ, പട്ടണം ഇളക്കുന്ന ദൂതൻ, അതേ, കുടുംബത്തിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. ദേശത്തിൽ ദൈവം ഇറങ്ങുന്നുണ്ട്. ദൂതനെ ദൈവാത്മാവ് ഇന്ന് രാത്രി ദേശത്ത് ഇറക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മീയ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നു. ആത്മീക പടവെട്ടുകൾ നടക്കാൻ പോകുന്നു. ദൂതൻ പറയുന്നു, നീ മിണ്ടാതിരിക്ക്, ഞാൻ പടവെട്ടും. നിന്റെ ഹൃദയത്തിലെ സങ്കട യാചനകൾക്ക് ഞാൻ മറുപടി തരാൻ പോകുകയാ. കഴിഞ്ഞ നാളുകൾ നീ എന്റെ മുമ്പിൽ കരഞ്ഞില്ലേ പൗലൂസേ? നീ കരഞ്ഞില്ലേ എന്റെ മുമ്പിൽ? നീ ഏങ്ങലടിച്ചില്ലേ, മാറത്തടിച്ചില്ലേ? പലപ്പോഴും തലയ്ക്ക് സ്ഥിരതയില്ലാത്തതുപോലെ നിന്നെ ആക്കിക്കളയുന്ന ചിന്തകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റാൻ പോകുകയാ. അങ്ങനെ തന്നെ സംഭവിക്കരുത്. രാത്രി ശപഥങ്ങൾ ഇന്ന് രാത്രി ഒരു കുമിള പോലെ പൊട്ടി മാറുകയാ. എന്തോ ദൈവാത്മാവിന്റെ രാത്രിയിൽ ദൈവജനം പ്രാർത്ഥിക്കൂ. ദൈവജനം ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ. ശപഥങ്ങൾ മാറുകയാ. കുടുംബങ്ങളുടെ ശപഥങ്ങൾ മാറുകയാ. ഏറെയൊക്കെ ദൈവാത്മാവിന്റെ രാത്രി പറയുന്നു, ശപഥങ്ങൾ മാറുകയാ. നിന്നെ ഓർത്ത് ശപിച്ച് ശപഥം ചെയ്ത് ഇത്രത്തോളം നീ പുകത്തുള്ളൂ എന്ന് പറഞ്ഞ് ശപഥം ചെയ്തവർ ഇന്ന് രാത്രി ദേശത്തിന് മധ്യേ ഉന്നതമായിരിക്കുമ്പോൾ നീ ഭാരപ്പെടണ്ട. അതിനകത്ത് ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഉണ്ട്. ചൂടമാന രഗമാന ശമനപ രഗതുനി വൈഡക രഗതന അംദക രാജകൽക്കന ചൂടപരാംധനാകര. ശപഥങ്ങൾ ഇന്ന് രാത്രി പൊട്ടിമാറുകയാ. പ്രാർത്ഥനയിൽ ശപഥങ്ങൾ പൊട്ടിമാറുകയാ. ഇന്ന് രാത്രി ശപഥങ്ങൾ നിന്റെ ജീവിതത്തെ നോക്കി പറയുന്ന ശപഥങ്ങൾ പൊട്ടിമാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷത്തെ കുറിച്ച് വച്ചോ. നിങ്ങളുടെ മകൾക്ക് ദൈവം ചെറിയ ഒരു സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കേടുപാട് അവളുടെ മുഖത്ത് ദൈവം ചെറിയ ഒരു നോട്ടത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അവളുടെ കണ്ണുകൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. സ്തോത്രം. ദൈവം അവൾക്ക് നിങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ചില മേഖലയിൽ ദൈവം അവളെ ഉയർത്തുന്നതായി ദൈവാത്മാവ് കാണിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ചില ശബ്ദങ്ങൾ ഇന്ന് രാത്രി മാറുകയാണ്. എഴുതി വെച്ചോളൂ, നിങ്ങൾ കുറിച്ചു വെച്ചോളൂ. 2025 സ്തോത്രം 9ാമത്തെ മാസത്തിൽ ഈ 20ാമത്തെ ദിവസം തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഈ പറയുന്ന ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഇത് തലമുറയിൽ നിവർത്തിക്കാതെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ശബ്ദങ്ങൾ ഇന്ന് രാത്രി മാറുകയാണ്.
ചൂടാമാന ശംഭവാരികൽക്കന ദീപപരം ധുനി. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ആ തലമുറയുടെ മേൽ ദൈവം അയക്കാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ആമേ, ഒത്തിരി വിഷമത്തോടെ അല്ല, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ദൈവം അവളെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ചില മേഖലയിൽ കൂടെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത മേഖലയിൽ ആമേ ദൈവാത്മാവ് ചില ഉപരിപഠനത്തിൽ കൂടെ ദൈവം അവളെ പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ശബലാരകൽഖന വൈഡകരാജകൽഖനാദി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ, ദൈവജനം പ്രാർത്ഥിക്കൂ. ആമേ, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ കൂടെ ദൈവാത്മാവ് ഇന്ന് രാത്രി ചില ശബ്ദങ്ങളെ മാറ്റിക്കളഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഹല്ലേലൂയ. അടവാ രബലേ രകൽഖന ജൂഡപരാജകൽഖനാദി. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി കരങ്ങളെ ഇരിപ്പിട ചേർത്തടിച്ച് ഒരാരാധന കുടുംബത്തിൽ വെളിപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? ഇരിക്കുന്ന ഇരിപ്പിടം ആരാധന ശബ്ദം കൊണ്ട് മുഴങ്ങട്ടെ. ഉടബാരബലാരകൽഖനാദി അന്തൽക്കവന ജൂഡപരാജകൽഖനാദി. യേശുവിന്റെ നാമത്തിൽ അല്പനിമിഷം കരങ്ങളെ ചേർത്തടിച്ച് ദൈവജനം ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അല്പനിമിഷം ആമേ. 2 പേരിരിക്കുന്നവരുണ്ട്, 4 പേരിരിക്കുന്നവരുണ്ട്, 8 പേരിരിക്കുന്നവരുണ്ട്, 9 പേര് ഇരിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുന്നവരുണ്ട്. ചരങ്ങൾ ചേർത്തടിച്ചെന്ന് രാത്രി ഒന്ന് ആരാധിച്ച് നോക്കിക്കേ. ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകാൻ പോകുകയാ. ആമേ, ചില ശബ്ദങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറാൻ പോകുകയാ. നേരം പുലരുന്നതിന് മുമ്പ് ശബ്ദങ്ങൾ മാറാൻ പോകുന്നു. നേരം പുലരുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ചന്ദ്രൻ ഡ്യൂട്ടി മാറി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചില ശബ്ദങ്ങൾ തലമുറകളെ, ആമേ, കുടുംബങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തുടച്ചു മാറ്റാൻ പോകുകയാ. അതങ്ങനെ സംഭവിക്കട്ടെ. അതങ്ങനെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. അതങ്ങനെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. അതങ്ങനെ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ആരാധന വെളിപ്പെടട്ടെ. ഉടബാരബൽഖനാദി ശംബൽകബനബരഗതുനി. ആരാധന ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമഹത്വം ഇന്ന് രാത്രി കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. നോക്കൂ. ആമേൻ. സ്തോത്രം. അങ്ങ് അടുത്ത് വായിക്കാമോ? ആമേൻ. നമുക്ക് വായിക്കാം. അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ വായിച്ചാട്ടെ. 28, 29, 30 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെ കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നുമില്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. 31 വാക്യം. പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രിസോളം കൊണ്ടുവന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഒരു തുമ്പ് കിട്ടാൻ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ ഇവനെ പൂട്ട. ഹല്ലേലൂയ. ഒരു തുമ്പ് കിട്ടിയെങ്കിൽ അവനെ എപ്പം പൂട്ടിയെന്ന് കേട്ടാൽ മതി. ആമേ, ഒരു തുമ്പ് കിട്ടിയതാ, പക്ഷേ അവിടെ അവനെ പൂട്ടാൻ പറ്റിയില്ല. അവൻ ചാടിപ്പോയി. എന്നാൽ പിന്നെയും തുമ്പിന് വേണ്ടി നോക്കി കിടക്കുക. ഹല്ലേലൂയ. അല്ലേ, ഒരു തുമ്പ്, ചെറിയൊരു തുമ്പ് കിട്ടിയതാ, പക്ഷെ പൂട്ടാൻ നോക്കിയതാ, പൂട്ടാൻ പറ്റില്ല. ആത്മാവിന്റെ ശക്തി ഉള്ളത് കൊണ്ടാ. ചെറിയ തുമ്പിന് വേണ്ടി നോക്കിയിരിക്കും. പറ്റില്ലപ്പാ. സേരസ് പറഞ്ഞില്ലേ, എടേ നീ എൻ്റെ മാപ്പിളയൊക്കെ ശരി തന്നെ, നീ എൻ്റെ ഭർത്താവെല്ലാം കാര്യങ്ങൾ ശരി തന്നെ, നീ അഗസ്വേശ് രാജാവിനകത്തുള്ള അകമ്പടി നാനൊക്കെ ഓക്കെ സമ്മതിച്ചു, പക്ഷെ നീ കളിച്ചിരിക്കുന്നത് അഭിഷത്തിന് നേരെയാ. ഗ്ലോറി. നീ കളിച്ചത് അഭിഷത്തയുടെ നേരെയല്ലടാ, അഭിഷത്തന്റെ നേരെ. നീ ആളൊക്കെ ശരിയാ, മിടുക്കനാ, പക്ഷെ നിന്റെ തല മൂടിയല്ലേ നടക്കുന്ന ഇപ്പോ. അമ്മേ, നിന്നെ പൂട്ടാൻ നോക്കിയതാ. എങ്ങനെയെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുരുക്കി 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 എങ്ങനെയെങ്കിലും അല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കണക്ക് പറഞ്ഞതുപോലെ 250 കൂട്ടാൻ പറഞ്ഞപ്പോൾ എത്ര കൂട്ടി? ഇതുപോലെ
കൂട്ടി 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 ലാസ്റ്റ് വന്നപ്പോൾ 250, 10,000 10,000-ന് മുകളിലായി. 10,000-ന്റെ എണ്ണി തിട്ടപ്പെടുത്തി നോട്ട് കൊടുത്തു എണ്ണാൻ രണ്ടുപേരെ കയ്യിൽ. രണ്ടുപേരെ എണ്ണിയപ്പോഴും 10,000 എണ്ണിയപ്പോൾ 11,000 ആയി. ആഹാ, അപ്പോൾ 1000 തിരിച്ചു വാങ്ങിച്ചു. പിന്നെ എണ്ണുകയാ. എണ്ണി അടുത്ത് ഈ ബാക്കി കൊടുത്തു. 11,000 ഉണ്ടല്ലോ, 10 കൊടുത്തു തിരിച്ച്. ശരി, 1000 ഇതാ. പിന്നെ എണ്ണിയപ്പോൾ പിന്നെ 9 ഉള്ളൂ. പിന്നെ 1000 തിരിച്ചു കൊടുത്തു, തിരിച്ചു വാങ്ങി. പിന്നെ അടുത്ത് രണ്ടാമത്തെ ആദ്യ എണ്ണ കൊടുത്തിട്ട് എണ്ണാൻ പറഞ്ഞു. അവ എണ്ണിയപ്പോൾ 12,000 ഉണ്ട്. 2,000 തിരിച്ചു തന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എണ്ണണ്ട, വേറൊരാളുടെ കൊടുത്തു. അവ എണ്ണിയപ്പോൾ 13,000 ഉണ്ട്. ഹലോ ഹലോ, എന്നാൽ ഞാൻ കൊടുത്തത് എത്രയെന്നറിയാമോ? മിഷ്യനിൽ എണ്ണിയാണ് കൊടുത്തത്. വെറും 10 രൂപ കൊടുത്തത്. പക്ഷേ ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാ. വിട്ട് പൂട്ടിക്കളയാം, പറ്റില്ല. കാരണം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഒരു മനുഷ്യനല്ല. അഭിഷക്തന്മാരെ, ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുന്നു. ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി പൗലൂസിനെ പെട്ടിക്കകത്താക്കാൻ നോക്കിയിരിക്കുന്ന പതിയിരിക്കുന്നവരുടെ മുൻപിൽ പൗലൂസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ട് പിന്മാറാൻ പോലും വിസമ്മതിക്കാതെ ഇരിക്കുന്ന ചില ഉങ്കാരന്മാരുടെ നടുവിൽ പൗലൂസിനോട് പറയുക, പൗലൂസേ, അവന്റെ മേൽ കുറ്റം ചുമത്താൻ, സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ നീതി സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തീർപ്പ് കുറിച്ച് കുറ്റം ചുമത്തുന്നതിന് ഒന്നും അവിടെ കണ്ടുകിട്ടില്ല, ഒരെണ്ണം കിട്ടില്ല. എന്താ കുറ്റം? മരണപരമായിട്ട് അവനെ കൊല്ലണം, അവനെ കൊല്ലാനാ. കൊന്നിട്ട് എന്താ കിട്ടാനാ? അവനെ കൊന്നു കളഞ്ഞാ മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അങ്ങനെയാ, നിന്നെ കൊന്ന് ആരോടൊക്കെയോ ജീവനെ വെല്ലുവിളിക്കുക. ഇന്ന് രാത്രി വെല്ലുവിളികളെ ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില സ്വബോധങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട ചിലതിനെയൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശത്രു കത്തിരിയെടുത്തും സ്ക്രൂ ഡ്രൈവർ എടുത്തും കയ്യിൽ തരും, കുത്താൻ പറയും. കുത്തി കഴിഞ്ഞാൽ മാറിക്കളയും. അവ തന്ത്രശാലിയാ. നിങ്ങൾക്കറിയോ? ഹല്ലേലൂയ. തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒരു മനുഷ്യൻ ബാർബർ ഷോപ്പിൽ കയറി ഷേവ് ചെയ്യാൻ വേണ്ടി കയറിയിരുന്നു. ഇദ്ദേഹവും ഈ ഷേവ് ചെയ്യാൻ വന്ന ആളും ആ ബാർബർ ഷോപ്പുകാരനുമായിട്ട് ഒരു 10-20 വർഷം മുമ്പ് സ്കൂളിൽ വെച്ചുള്ള ചെറിയ ഒരു കശപിശ ഉണ്ടായിരുന്നു. അവൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിരുന്നു ഷേവ് ചെയ്യാൻ. ഷേവൊക്കെ ചെയ്തു. ആദ്യത്തെ പരിപാടി, രണ്ടാമത്തെ പരിപാടിയിൽ കത്തി എടുത്ത് പിശാച് പറഞ്ഞ് അറുത്ത് കളയാൻ പറഞ്ഞു. ചങ്കിനെ അറുത്ത് കളഞ്ഞു. എന്നിട്ട് പിശാചങ്ങ് പോയി. പിശാചിനെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രി അവർ കത്തിയെടുത്ത് കയ്യിൽ തരും കുത്താൻ. സ്ക്രൂ ഡ്രൈവർ എന്തൊക്കെ ദൈവാത്മാവിനെ കൊണ്ടു തരിക. സ്ക്രൂ ഡ്രൈവർ സ്വതന്ത്ര കത്തിരിക. ഇന്ന് രാത്രി സൂക്ഷിക്കണം. ദൈവജനം ഇന്ന് രാത്രിയിൽ ആളുകൾ വളരെ പ്രാർത്ഥിക്കണം കേട്ടോ. ദൂതായിട്ട് ഇന്ന് രാത്രി എടുത്ത് കരയണം, ഉപവസിച്ച്. നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബങ്ങളില്, സ്തോത്രം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളില് ഒരു ശത്രുവും പൊങ്ങരുത്. അവരിന്ന് രാത്രി അവന്റെ പദ്ധതികൾ തകരണം. അവന്റെ പരിപാടികൾ ഇന്ന് രാത്രി ബ്ലോക്ക് ചെയ്യാനായി ദൈവജനം പ്രാർത്ഥിക്കണം. നിന്റെ മരണം കണ്ടല്ലാതെ ഞാൻ അവസാനിക്കത്തില്ല എന്ന് പറഞ്ഞ വെല്ലുവിളി മുഴക്കുന്ന ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ പൂട്ടാം. പറ്റില്ല കർത്തദാസിമാരെ. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷക്തന്മാരെ പറ്റില്ല. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ ദൂതന്റെ അകമ്പടിയോടെ അവർ ദൈവത്തിൽ ജീവിക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്റെ അകമ്പടിയോടെ, ഹല്ലേലൂയ, അകമ്പടിയോട് കൂടിയായിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് രാത്രി തമ്പുരാന്റെ കാര്യം വെളിപ്പെടുകയാ. ഇതിനകത്ത് ആരോടൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു. ചില തുമ്പുകൾ കിട്ടാൻ നോക്കിയിരിപ്പുണ്ട്. പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ, പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. തുമ്പ് കിട്ടാൻ ലിൻഡാലിറ്റിയെ പ്രാർത്ഥിച്ചോ. വീട്ടിനകത്ത് നിങ്ങളും രണ്ടുപേരും കൂടെ ഇരുന്ന് 2 ദിവസം ഉപവസിക്കോ. വീട്ടിനകത്ത് രണ്ടുപേരും കൂടെ 2 ദിവസം ഉപവസിക്കുക. ലിൻഡാലിറ്റി ഉപവസിക്കണം. ശരി. രാത്രിയും കഴിക്കേണ്ട, പകലും കഴിക്കും. 2 ദിവസം നിങ്ങൾ ഇരുന്നോ, കുഴപ്പമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് എന്നൊന്ന് പറഞ്ഞാൽ മതി. 2 ദിവസം പെട്ടെന്നിരുന്നോ. തുമ്പ് കിട്ടാൻ ശത്രു ഇങ്ങനെ വാദിച്ചവൻ പരിശ്രമിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കരം ഇന്ന് ദേശമധ്യേ വ്യാപരിക്കുന്നു.
ഹല്ലേലൂയ. ആമേ. തകർച്ച കാണാൻ നോക്കിയിരിക്കുന്ന അങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങ് അങ്ങളും പ്രാർത്ഥിച്ചോ? ആമേൻ. പ്രിയ സാറ് പ്രാർത്ഥിച്ചോ? തുമ്പ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക ചില തന്ത്രങ്ങൾ. ഇന്ന് രാത്രി പൊട്ടാൻ പോയാ. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ ദൈവാത്മാവിന്റെ ശത്രുവിന്റെ ആമേൻ അടപ്പിനെ അടിച്ചു തെറിപ്പിക്കുന്ന രാത്രിയായിരുന്നു രാത്രി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണം കാണാൻ കൊതിച്ചിരിക്കുന്ന ഹല്ലേലൂയ, മരണം കാണാൻ കൊതിച്ചിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവിന്റെ രാത്രി ആ മരണം കാണാൻ കൊതിച്ചിരിക്കുന്ന ആമേൻ ചില മേഖലകളിൽ ദൈവമഹത്വം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുന്നു. ദൈവജനം ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചോ? ഭവനത്തിനകത്തിരിക്കുന്ന തലമുറകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചോ? ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മരണങ്ങൾ മാത്രമല്ല നീങ്ങുന്നത്, ആമേ ചില വ്യക്തികളെ ദൈവം ദേശത്ത് നിന്ന് നീക്കി മാറ്റാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.